നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സീസൺ അവസാന ഘട്ടത്തിൽ ഇത്തവണത്തെ ബാലൻ ഡി ഓർ പുരസ്കാരം ആര് നേടും? എന്തായാലും വേൾഡ് കപ്പ് കൂടി എന്തായാലും പരിഗണിക്കുമെന്ന കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ ഏറ്റവും പുതിയ പവർ റാങ്കിങ് 20 താരങ്ങളുടെ പവർ റാങ്കിങ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. goal.com പുറത്തുവിട്ട ഏറ്റവും ലേറ്റസ്റ്റ് പവർ റാങ്കിങ് ആണ്. 20ാമത് ലൗട്രോ മാർട്ടിനസ് പരിക്കിൽ നിന്ന് മുക്തനായി മടങ്ങിയെത്തി. ഗോളടി അദ്ദേഹം പുനരാരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു ബാലൻ ഡി ഓറിന് പരിഗണിക്കുന്ന 2025-26 സീസണിൽ അദ്ദേഹം 24 ഗോളുകളും അതുപോലെ 6 അസിസ്റ്റുകളുമാണ് സ്വന്തം പേരിൽ കുറിച്ചിട്ടുള്ളത്. 19ാമത് പെഡ്രി പരിക്ക് വലച്ചിട്ടുള്ളൊരു സീസണാണ് ഇതും അദ്ദേഹത്തിന്. ഏതായാലും 4 ഗോളുകളും 10 അസിസ്റ്റുകളും. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിട്ടു. ഇതൊന്നും അദ്ദേഹത്തിൻ്റെ കളിക്കളത്തിലെ ആ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കുന്ന കണക്കല്ല. അത്രത്തോളം പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ ബാഴ്സയുടെ മധ്യനിരയിലുണ്ട്. 18ാമത് ക്രിസ്റ്റിയാനോ റൊണാൾഡോ. 41ാമത്തെ വയസ്സിലും അദ്ദേഹം ഈ ലിസ്റ്റിൽ ഇടം പിടിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം മികവാണ് അദ്ദേഹം ഇപ്പോഴും കാണിക്കുന്നത് നോക്കുക. പിന്നെ വേൾഡ് കപ്പ് ഉള്ള വർഷമാണ്. അദ്ദേഹത്തെ ഒന്നും ആർക്കും ബാലൻ ഡി ഓർ പവർ റാങ്കിൽ എഴുതി തള്ളാൻ പറ്റില്ല. ഈ സീസണിൽ 29 ഗോളുകളും 6 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ. 17 ഫെഡെ വാൽവർദെ റയൽ മാഡ്രിഡിനായിട്ട് മികച്ച പ്രകടനം തുടർന്നു. 9 ഗോളുകളും 12 അസിസ്റ്റുകളും. പിന്നെ അതിനൊക്കെ അപ്പുറം റയലിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് തന്നെ വളരെ വലുതാണ്. 16ാമത് ബ്രൂണോ ഫെർണാണ്ടസ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് ഈ സീസണിലും ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് അദ്ദേഹമാണ്. 11 ഗോളുകളും 20 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമെങ്കിൽ ഇതാ 15ാം സ്ഥാനത്ത് ഓസ്മാൻ ഡംബലെ. നിലവിലെ ബാലൻ ഡി ഓർ ജേതാവാണ്. പക്ഷെ അടുത്ത തവണ സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറവാണ്. പരിക്ക് അദ്ദേഹത്തെ വലച്ചൊരു സീസണാണിത്. PSG താരം 14 ഗോളുകളും 9 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ സ്വന്തമാക്കിയത്. ട്രോഫി ഡസ് ചാമ്പ്യൻസിൽ മുത്തമിട്ടു. വെഫ സൂപ്പർ കപ്പിൽ മുത്തമിട്ടു. ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലും മുത്തമിട്ടിട്ടുണ്ട്. ഇനി നോക്കുക 14ാമത് ആരാ? ലയണൽ മെസ്സി. യെസ്, 39 വയസ്സിലും അദ്ദേഹം തൻ്റെ മികച്ച പ്രകടനം തുടരുകയാണ് ഇന്റർ മയാമിയിൽ. ഇനിയിപ്പോൾ വേൾഡ് കപ്പ് കൂടി ഉള്ളത് കൊണ്ട് ഇത്തവണയും അദ്ദേഹം ബാലൻ ഡി ഓർ കൊണ്ടുപോയാലൊന്നും ആരും ഞെട്ടില്ല. 29 ഗോളുകളും 19 അസിസ്റ്റുകളുമാണ് ഈ 2025-26 കാലഘട്ടത്തിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. MLS കപ്പിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. 13ാം സ്ഥാനത്ത് ഖീച്ച കവളസ്കേലിയ. PSG വേണ്ടിയിട്ട് എന്തൊരു കളിയാണ് അവൻ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വേൾഡ് കപ്പിന് നമ്മൾ അവനെ മിസ് ചെയ്യും. ഈ സീസണിൽ 16 ഗോളുകളും 8 അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ട്രോഫി ഡസ് ചാമ്പ്യൻസിലും യുവേഫ സൂപ്പർ കപ്പിലും ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലും മുത്തമിട്ടിട്ടുണ്ട്. 12ാമത് ഗബ്രിയൽ മെഗല്ലസ്. ആഴ്സണലിൻ്റെ ഡിഫൻഡർ, ബ്രസീലിൻ്റെ പ്രതീക്ഷ. പക്ഷെ പരിക്ക് അദ്ദേഹത്തെ വലച്ചിട്ട് ഈ മാർച്ച് മാസത്തിലെ മത്സരങ്ങൾ നഷ്ടമായി. പൂർണ്ണമായിട്ടും അദ്ദേഹം ഫിറ്റായിട്ട് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയെ നമ്മൾ കാത്തിരിക്കുന്നു. ഡിഫൻഡറായിട്ട് പോലും 4 ഗോളുകൾ അദ്ദേഹം ഈ സീസണിൽ അടിച്ചിട്ടുണ്ട്. 5 അസിസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. പിന്നെ ഡിഫൻഡറാണല്ലോ. അപ്പോൾ ക്ലീൻ ഷീറ്റുകൾ നമ്മൾ പരിശോധിക്കണം. 23 ക്ലീൻ ഷീറ്റുകളാണ് അദ്ദേഹം കളിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ടീം സ്വന്തമാക്കിയിട്ടുള്ളത്. 11ാമത് റാഫീഞ്ഞ. പരിക്കിൻ്റെ പിടിയിലാണ്, ഇപ്പോഴും പുറത്താണ്. മടങ്ങി വരും. അദ്ദേഹം ഇല്ലെങ്കിൽ ബാഴ്സയ്ക്ക് അതൊരു വലിയ തിരിച്ചടിയാണ്. അടുത്ത വേൾഡ് കപ്പിൽ ബ്രസീലിനും വലിയ പ്രതീക്ഷയാണ്. 2025-26 19 ഗോളുകളും 8 അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. 10ാമത് വിനി ജൂനിയർ. വിനി വീണ്ടും തൻ്റെ മിന്നും ഫോമിലേക്ക് മടങ്ങിയെത്തിയ സുന്ദരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ സീസണിൽ 18 ഗോളുകളും 13 അസിസ്റ്റുകളുമായിട്ട് അദ്ദേഹം മിന്നിക്കത്തി നിൽക്കുന്നു. 2025-26 സീസണിലെങ്കിലും ആ ബാലൻ ഡി ഓർ അദ്ദേഹം സ്വന്തമാക്കുമോ? കാത്തിരുന്ന് കാണാം. 9ാമത് വിറ്റീഞ്ഞ. പാരീസ് സെന്റ് ജർമ്മന്റെ പാസിംഗ് മാസ്റ്റർ. യെസ്, പോർച്ചുഗലിൻ്റെ ഇത്തവണത്തെ വേൾഡ് കപ്പിലെ പ്രതീക്ഷ മിഡ്ഫീൽഡ് ജനറൽ വിറ്റീഞ്ഞ. ഇപ്പം 2025-26 7 ഗോളുകളും 10 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. ട്രോഫി ഡസ് ചാമ്പ്യൻസിലും യുവേഫ സൂപ്പർ കപ്പിലും ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലും മുത്തമിട്ടിട്ടുണ്ട്. 8ാമത് ഡെക്ലാൻ റൈസ്. ആഴ്സണലിന്റെ സൂപ്പർ താരം മിന്നും പ്രകടനമാണ് ഈ സീസണിൽ ഉടനീളം നടത്തിയത്. 6 ഗോളുകളും 13 അസിസ്റ്റുകളും അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. 7ാമത് ഹുലിയൻ അൽവാരസ്. അത്ലറ്റിക്കോ മാഡ്രിഡിൽ വീണ്ടും തന്റെ മികവ് അദ്ദേഹം തിരികെ പിടിച്ചിട്ടുണ്ട്. അത് ഏതായാലും അർജന്റീനയ്ക്കും വലിയ പ്രതീക്ഷയാണ്. 19 ഗോളുകളും 10 അസിസ്റ്റുകളും ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. 6ാമത് എർലിംഗ് ഹാലൻഡ്. ഹാലൻഡിന്റെ ഗോളടി മികവൊന്നും കുറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കാനുണ്ടാവും. പക്ഷേ ഈ കണക്കൊന്ന് കേൾക്കണം. ഈ സീസണിലും 46 ഗോളുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ക്ലബിനും രാജ്യത്തിനുമായിട്ട് 9 അസിസ്റ്റുകൾ നേടിയിട്ടുണ്ട്. കറബാവോ കപ്പിൽ മുത്തമിട്ടിട്ടുണ്ട്. ഇനി മനസ്സിലാക്കുക, വർഷങ്ങൾക്ക് ശേഷം നോർവേ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യിച്ചിട്ടുമുണ്ട്. വേൾഡ് കപ്പിലും നമുക്ക് ഹാലൻഡിന്റെ മായാജാല പ്രകടനം കാണാൻ കഴിഞ്ഞേക്കും. 5ാമത് ലൂയിസ് ഡയസ്. ബയൺ മ്യൂണിക്കിലേക്ക് എത്തിയതിനു ശേഷം എന്തൊരു കളിയാണ്! ഗോളടി മേളം തന്നെ നടത്തുകയാണ്. 2025-26 സീസണിൽ 25 ഗോളുകളും 20 അസിസ്റ്റുകളും അദ്ദേഹത്തിന്റെ പേരിൽ DFL സൂപ്പർ കപ്പിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. 4ാമത് ലാമിനെ യമാൽ. സാധാരണ 1-2 സ്ഥാനങ്ങളിലൊക്കെയാണ് വരാറുള്ളത്. ഇപ്പോൾ ഒരല്പം താഴേക്ക് പോയിട്ടുണ്ട്.
ഏതായാലും ലാമിനെ യമാൽ ഈ സീസണിൽ 22 ഗോളുകളും 18 അസിസ്റ്റുകളും സ്വന്തം പേരിൽ കുറിച്ചു. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമത് മൈക്കൽ ഒലീസെ. ബയേൺ മ്യൂണിക്കിന്റെ സൂപ്പർ താരം, ഫ്രാൻസിന്റെ സൂപ്പർ താരം. ഇത്തവണത്തെ വേൾഡ് കപ്പ് അവൻ കൊണ്ടുപോകുമോ? ബാലൻഡിയോർ അവൻ തൂക്കുമോ? ഇതൊക്കെയാണ് ഇപ്പോൾ ഫുട്ബോൾ പ്രേമികൾ ഉറ്റുനോക്കുന്നത്. അമ്മാതിരി കളിയല്ലേ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 17 ഗോളുകളും 31 അസിസ്റ്റുകളും അവന്റെ പേരിലുണ്ട്. DFL സൂപ്പർ കപ്പിൽ മുത്തമിട്ടിട്ടുമുണ്ട്. രണ്ടാമത് കിലിയൻ എംബാപ്പയ്ക്ക് പരിക്ക് പറ്റുമ്പോൾ റയൽ വലയുന്നത് നമ്മൾ കാണുന്നുണ്ട്. റയലിന്റെ എല്ലാം എന്ന രൂപത്തിലേക്ക് എംബാപ്പെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എംബാപ്പെ 46 ഗോളുകളും 9 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ സ്വന്തമാക്കിയത്. രണ്ടാമത് കിലിയൻ എംബാപ്പെ ആണെങ്കിൽ ഒന്നാമതോ ഗോളടി മെഷീൻ, നിലവിലെ ഏറ്റവും പ്രൊളിഫിക് ആയിട്ടുള്ള ഗോളടി മെഷീൻ ആരാണത്? ഹാരി കെയ്ൻ തന്നെയാണ് ഈ ബാലൻഡിയോർ പവർ റാങ്കിങ്ങിലും ഒന്നാമത്. 54 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. DFL സൂപ്പർ കപ്പിലും മുത്തമിട്ടിട്ടുണ്ട്. ഒന്നാമത് ഹാരി കെയ്ൻ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.